ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് നടന്നത് എന്നതിലൊന്നും ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. കാരണം അത്ര വലിയ ഞെട്ടലൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ സാധാരണയായി നടക്കുന്ന കാര്യങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അച്ഛൻ അമ്മയെ കൊല്ലുക, അമ്മ അച്ഛനെ കൊല്ലുക, അല്ലെങ്കിൽ മകൻ അമ്മയെ വെട്ടിക്കൊല്ലുക, സഹോദരങ്ങളെ കൊല്ലുക, ഭാര്യയെ കൊല്ലുക, ഭർത്താവിനെ കൊല്ലുക. ഇതൊക്കെ സാധാരണയായി നടക്കുന്ന ഒരു കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വന്തം സഹോദരൻ സഹോദരിയെയും സഹോദരിയുടെ മകളെയും, മകൾ എന്ന് പറയുമ്പോൾ 3 വയസ്സ് മാത്രം പ്രായമുള്ള മകളെയും വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് 3 വർഷമായി മകളുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് അച്ഛനെ നോക്കാൻ വേണ്ടി, അച്ഛനിക്ക് അസുഖങ്ങളുണ്ട്, അച്ഛനെ പരിപാലിക്കാൻ വേണ്ടി. എന്നാൽ കുറച്ചു നാളായി സഹോദരങ്ങൾ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അച്ഛൻ മകളുടെ പേരിലേക്ക് വീടും അതുപോലെ തന്നെ ഒരു ഫാം ലാൻഡിന്റെ പ്രോപ്പർട്ടിന്റെ ഓണർഷിപ്പും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, മകൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലായിരുന്നു ഈ ഇഷ്യൂസ് ഒക്കെ. എന്നാൽ ഈ പ്രോപ്പർട്ടിന്റെ പേരിൽ തന്നെയാണ് ഈ സഹോദരൻ സഹോദരിയെയും സഹോദരിയുടെ മകൾ അതായത് 3 വയസ്സ് മാത്രം പ്രായമുള്ള മകളെയും കൊന്നത്. സഹോദരിയുടെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെങ്കിൽ അതിന് സാധിക്കാതെ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നടക്കുന്ന 70% കൂടുതൽ ക്രൈംസിന്റെയും പിന്നിൽ സ്വത്തുക്കളോ അല്ലെങ്കിൽ പണമോ ഉണ്ട്. എന്നാൽ മനസ്സിലാക്കണം, ഈ സ്വത്തും പണമൊക്കെ നമുക്ക് പിന്നെയും ഉണ്ടാക്കാൻ പറ്റും, പക്ഷെങ്കിൽ ഒരു ജീവൻ പോയി കഴിഞ്ഞാൽ അത് ലഭിക്കില്ല. അതുപോലെ തന്നെയാണ് കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കൽ മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അതിന് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർട്ടിന്റെ പേരിലൊക്കെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ പരമാവധി അത് സംസാരിച്ച് തീർക്കാൻ നോക്കുക, അല്ലാതെ കത്തിയും തോക്കും ഒക്കെ എടുത്തിട്ട് നടക്കാതിരിക്കുക. ഈ കാര്യം നടന്നിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ്. പക്ഷെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ ഇതുപോലെ തന്നെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്വത്ത് കിട്ടാത്തതിന്റെ പേരിൽ അച്ഛനെ കൊന്ന കേസസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ കൊന്ന കേസ് ഉണ്ടായിരുന്നു. ചെറിയൊരു അതിർത്തി തർക്കത്തിന്റെ പേരിൽ തല്ലുണ്ടാക്കി വെട്ടിക്കൊന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുപാട് കേസസ് കേരളത്തിൽ, നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് സ്വത്തുക്കൾക്കും പണത്തിന്റെ പുറകിലുമാണ്. അപ്പൊ ആ സമയം നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, കുടുംബ ബന്ധങ്ങൾ. അതുപോലെ തന്നെ ഓരോ ജീവനും പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും ശരി, അത് സംസാരിച്ച് തീർക്കാൻ നോക്കുക, അല്ലാതെ ഒരു കാരണവശാലും ആയുധങ്ങൾ എടുത്ത് ആ പ്രശ്നം തീർക്കാൻ നോക്കരുത്. അങ്ങനെ തീർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ജീവൻ ഒരുപക്ഷെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് കുറ്റബോധം തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ആ ഒരു ജീവൻ പോയെന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവൻ മാത്രമല്ല, ആ വ്യക്തിയുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരുപാട് പേരുടെ ജീവിതം മാറി മറിയും. അതുകൊണ്ട് തന്നെ ഒരു സ്വത്ത് തർക്കമോ അല്ലെങ്കിൽ പണത്തിന്റെ പേരിലുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഒരു കാരണവശാലും തല്ലുണ്ടാക്കാൻ പാടില്ല. സമാധാനപരമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കി അത് തീർക്കാൻ നോക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.